ചെങ്കോട്ട സ്ഫോടനത്തിന് പിന്നിൽ പ്രവർത്തിച്ച വൈറ്റ് കോളർ ഭീകര സംഘം ലക്ഷ്യമിട്ടത് വൻ ഭീകരാക്രമണ പരമ്പരകളെന്ന് അന്വേഷണ റിപ്പോർട്ട്. കോഫി ഷോപ്പ് ശൃംഖല കേന്ദ്രീകരിച്ച് വൻ സ്ഫോടനങ്ങൾ നടത്താൻ ഇവർ പദ്ധതിയിട്ടിരുന്നു. ഭാരതത്തിൽ അൽ ഖ്വയ്ദയുടെ പ്രവർത്തനങ്ങൾ സജീവമാക്കാനും ഇവർ ലക്ഷ്യമിട്ടുന്നതായാണ് റിപ്പോർട്ട്. ഷഹീൻ സയിൽ നിന്നാണ് അന്വേഷണ സംഘത്തിന് നിർണായക വിവരങ്ങൾ ലഭിച്ചത്. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു. ജിഷ്ണു, ഏറെ നിർണായകമായ വാർത്തകളാണ് പുറത്തുവരുന്നത്. ചെങ്കോട്ട സ്ഫോടനത്തിന് പിന്നിൽ പ്രവർത്തിച്ച വൈറ്റ് കോളർ ഭീകര സംഘം ലക്ഷ്യമിട്ടത് വൻ ഭീകരാക്രമണ പരമ്പരകളെന്നാണ് അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? അമൽ, ചെങ്കോട്ട സ്ഫോടനത്തിൽ നിലവിൽ അറസ്റ്റ് ചെയ്തിട്ടുള്ള മാഡം സർജൻ എന്ന വൈറ്റ് കോളർ ഭീകര സംഘത്തെ നിയന്ത്രിച്ചിരുന്ന ഉത്തർപ്രദേശ് സ്വദേശി ഷഹീദ് സയ്യിദിലും ഒപ്പം ഡോക്ടർ മുസമ്മിൽ ഇവരെ വിശദമായി തന്നെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തിരുന്നു. ഇവരുടെ മൊഴികളുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് അന്വേഷണ റിപ്പോർട്ടിൽ വളരെ കൃത്യമായി ചൂണ്ടിക്കാട്ടുന്നത് ഈ വൈറ്റ് കോളർ ഭീകര സംഘം ചെങ്കോട്ടയിലില്ല, മറിച്ച് ഭാരതത്തിലൊരു വലിയ ഭീകരാക്രമണ പരമ്പര നടത്താനായിരുന്നു ആസൂത്രണം ചെയ്തത്. അതിനുവേണ്ടിയും സ്ഫോടക വസ്തുക്കൾ ശേഖരിച്ചു, വിവിധ മേഖലകളിൽ സ്ഫോടനം നടത്തുന്നതിനുള്ള ആളുകളെ നിയോഗിച്ചു. എന്നാൽ അതിനിടയിൽ ഫരീദാബാദിൽ വെച്ച് സുരക്ഷാ സേന ഈ ഭീകര സംഘത്തിൽപ്പെട്ട ആളുകളെ പിടികൂടുകയും ചോദ്യം ചെയ്തതിൽ നിന്ന് ഈ ഭീകര പരമ്പരകളുടെ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിക്കുകയും ചെയ്തതോടുകൂടിയാണ് ചെങ്കോട്ടയുടെ പരിസരത്ത് പെട്ടെന്നൊരു സ്ഫോടനം ഭീകരർ നടത്തിയത് എന്നുള്ളതാണ് അന്വേഷണ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത്. കൂടാതെ കോഫി ഷോപ്പ് ശൃംഖല കേന്ദ്രീകരിച്ചുകൊണ്ട് രാജ്യത്തുടനീളം സ്ഫോടനങ്ങൾ നടത്താനും രാജ്യത്തെ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ ഒരേ സമയം സ്ഫോടനം നടത്താനുമായിരുന്നു ഭീകരർ ആസൂത്രണം ചെയ്തത്. അത് കൃത്യമായി തകർത്തത് സുരക്ഷാ സേനയുടെ ഇടപെടലും IB റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ സുരക്ഷാ സേന ഫരീദാബാദിൽ നടത്തിയിട്ടുള്ള പരിശോധനയുമാണ്. ഡോക്ടർ മുസമ്മിൽ കൂടാതെ വൈറ്റ് കോളർ ഭീകര സംഘത്തെ നിയന്ത്രിച്ച ഡോക്ടർ സർജൻ എന്ന് ഈ ഭീകരർക്കിടയിൽ വിളിപ്പേരുണ്ടായിരുന്ന ഷഹീൻ സയ്യിദ്, ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്നാണ് നിർണായകമായിട്ടുള്ള വിവരങ്ങൾ ലഭിച്ചത്. ഇവരെ ചോദ്യം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ NIA സംഘം പ്രത്യേക പരിശോധന നടത്തിയിരുന്നു. കൂടാതെ ഈ ഭീകര സംഘത്തിന് ആവശ്യമായ നിർദ്ദേശങ്ങൾ വിദേശത്ത് നിന്ന് നൽകിയ അബു ഉക്കാസ എന്നയാളാണ് എന്ന് അന്വേഷണ സംഘം നേരത്തെ കണ്ടെത്തിയിരുന്നു. അടുത്തിടെ റിപ്പോർട്ടുകൾ പുറത്തു വന്നത് ഈ അബു ഉക്കാസ കൊല്ലപ്പെട്ടു എന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ഏതായാലും ചെങ്കോട്ടയിലെ സ്ഫോടനമായിരുന്നില്ല, രാജ്യത്തിനകത്ത് ഒരു ഭീകരാക്രമണ പരമ്പരകളായിരുന്നു വൈറ്റ് കോളർ ഭീകര സംഘം ആസൂത്രണം ചെയ്തത് എന്നാണ് അന്വേഷണ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത്. അമൻ, ചെങ്കോട്ട സ്ഫോടനത്തിന് പിന്നിൽ പ്രവർത്തിച്ച വൈറ്റ് കോളർ ഭീകര സംഘം ലക്ഷ്യമിട്ടത് വൻ ഭീകരാക്രമണ പരമ്പരകളെന്നാണ് അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. കോഫി ഷോപ്പ് ശൃംഖല കേന്ദ്രീകരിച്ച് സ്ഫോടനങ്ങൾ നടത്താൻ ഇവർ പദ്ധതിയിട്ടിരുന്നു. ഭാരതത്തിൽ അൽ ഖ്വയ്ദയുടെ പ്രവർത്തനങ്ങൾ സജീവമാക്കാനും ലക്ഷ്യമിട്ടുന്നതായാണ് റിപ്പോർട്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്നും ജിഷ്ണു കൃഷ്ണൻ.